ഈ കലോത്സവ വേദിയിൽ ഇങ്ങനെ നടന്നപ്പോഴാണ് ഒരു കഥകളി വേഷം പോലും മാറാതെ ഈ കലോത്സവ വേദിയുടെ പ്രധാന വേദിയായ MT എന്നുള്ള വേദിയിലൂടെ ഇങ്ങനെ നടക്കുന്നത് കണ്ടത്. നമസ്കാരം, എന്താണ് പേരെന്താണ്? എൻ്റെ പേര് നിവേദ്യ. എവിടെയാണ് സ്ഥലം? എവിടെയാണ്? തൃശ്ശൂർ. ഏത് സ്കൂളാണ്? VPMS DPS. മത്സരം എല്ലാം കഴിഞ്ഞു, എന്നിട്ട് എന്താണ് ഈ വേഷം മാറാതെ ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ കാര്യം എന്താണ്? ഞാൻ അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ ട്രോഫി വാങ്ങിയപ്പോൾ ഈ സ്റ്റേജ് ഇവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ ഇവിടെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഈ റൂമിൽ പോയിട്ട് വേണം മേക്കപ്പ് ക്ലീൻ ചെയ്യാൻ. എങ്ങനെ ഉണ്ടായിരുന്നു മത്സരം? എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിരുന്നു. A ഗ്രേഡ് കരസ്ഥമാക്കി പറഞ്ഞത് ആണോ? A ഗ്രേഡ് ഉണ്ട്. അപ്പോൾ എത്ര വർഷമായിട്ട് കഥകളി എന്നുള്ള ആ ഒരു വിഭാഗത്തിൽ എത്തുന്നു? ഞാൻ 6 മാസമായിട്ടുള്ളൂ പഠിച്ചു തുടങ്ങിയിട്ട്. ഓക്കെ, 6 മാസമായിട്ടേ ഉള്ളൂ. അപ്പോൾ തന്നെ A ഗ്രേഡ് കരസ്ഥമാക്കി. അപ്പോൾ ഇപ്പോൾ +1 ആണോ +2 ആണോ? +2 ആണ്. അപ്പോൾ ഇനി സർവകലാശാല മേഖലയിലേക്ക് കഥകളി വീണ്ടും എത്തോ? എങ്ങനെയാണ്? നോക്കണം. അത് തന്നെയാണ് പാഷനാണോ? മനസ്സിൽ ആഗ്രഹമുണ്ടോ ഇങ്ങനെ വീണ്ടും എത്തണം എന്നുള്ളത്? കഥകളിയായിട്ട് എന്താണ് ഈ കഥകളിയായിട്ടുള്ള ഒരു ബന്ധം? എന്താണ്, എന്തുകൊണ്ട് കഥകളി എന്നുള്ളൊരു ഇതിലേക്ക് വന്നു? കഥകളി കാണുമ്പോൾ ഒക്കെ ഇഷ്ടമായിരുന്നു. പിന്നെ എന്നെ ചെറുപ്പം തൊട്ട് ഡാൻസ് പഠിപ്പിക്കുന്ന മാഷിന്, അപ്പോൾ മാഷിന് ഞാൻ കഥകളി കളിച്ച് കാണണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ മാഷ് എൻ്റെ ഗുരു കലാനിലയം മനോജ് ആശാനാണ്. അപ്പോൾ ആശാനെ പരിചയപ്പെടുത്തി തന്നു. അപ്പോൾ മാഷ് പറയുമ്പോൾ ഇങ്ങനെ എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ മാഷ് പറഞ്ഞ് അപ്പോൾ ഇതിലേക്ക് എത്തിച്ചു. അപ്പോൾ ഇങ്ങനെ കാണുമ്പോഴും ഇഷ്ടമായിരുന്നു പഠിക്കാൻ. അപ്പോൾ ആദ്യം ടഫായിരിക്കുമെന്ന് വിചാരിച്ചു. പിന്നെ മുദ്രകളും ഭാഗങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോൾ വേഗം പഠിച്ചു കഴിഞ്ഞു. ഏത് കഥയായിരുന്നു? എൻ്റെ അർജുനൻ്റെ കഥയായിരുന്നു. എന്താണ് ആ ഒരു കഥ? മാഷിൻ്റെ നിർദ്ദേശപ്രകാരമാണോ അതോ സ്വയം തിരഞ്ഞെടുത്താണോ? ഇല്ല, ആശാൻ തന്നെ നിർദ്ദേശിച്ചു. ഏതായാലും ഇനി റൂമിലേക്ക് പോയിട്ട് ഈ വേഷങ്ങളെല്ലാം മാറി തിരിച്ച് നാട്ടിലേക്ക് തന്നെ പോവുകയാണോ? ആണ്. ഓക്കെ, ഏതായാലും എല്ലാവിധ ആശംസകളും. ഇനിയും വരുന്ന ആളുകളിലും വേദികളിലേക്ക് പോകാൻ കഴിയട്ടെ. ഇനി സർവകലാശാല മേഖലയിലേക്ക് എത്തുമ്പോൾ സർവകലാശാലയിൽ നിറഞ്ഞ വേദികളിൽ എത്താൻ കഴിയട്ടെ. A ഗ്രേഡുകളിലേക്ക് കരസ്ഥമാക്കാൻ കഴിയട്ടെ. എല്ലാവിധ ഭാവങ്ങളും. ഏതായാലും കഥകളി മത്സരം കഴിഞ്ഞെങ്കിലും ഒരു വ്യത്യസ്തമായ മുഖമായി ഈ MT എന്നുള്ള വേദിയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞ ഒരു മത്സരാർത്ഥി കൂടിയായിരുന്നു. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പിറകെ നടന്ന് തേടിപ്പിടിച്ചെത്തിയത്. ക്യാമറ പേഴ്സൺ അനുവിനൊപ്പം കുഞ്ചുമുരളി, കൗമുദി TV.